സിസേറിയൻ സെക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ ലൈഫ് ടൈം ആയിട്ടൊരു ബാക്ക് പെയിൻ കിട്ടുമെന്നാണ് മിക്ക ആളുകളുടെയും ഒരു പേടി. സോ ബാക്കിൽ ഇഞ്ചെക്ഷൻസ് തരുന്ന അല്ലെങ്കിൽ സ്പൈനൽ അനസ്തീഷ്യ തരുന്ന ഒരു അനസ്തീഷ്യോളജിസ്റ്റിന്റെ വ്യൂ പോയിന്റ് എന്താ, അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. സ്പൈനൽ അനസ്തേഷ്യ കൊണ്ട് മാത്രം ഒരു പ്രഗ്നന്റ് പേഷ്യന്റിന് വേദന സാധാരണ ഉണ്ടാവാറില്ല. സ്പൈനൽ അനസ്തേഷ്യ ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ മാത്രമേ ഉള്ളൂ. സ്പൈനൽ അനസ്തേഷ്യ സാധാരണ നമ്മൾ ദേഹത്ത് എവിടെ കൊടുക്കുന്ന ഒരു ഇഞ്ചക്ഷൻ പോലെ തന്നെയുള്ള ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. ഏത് സ്ഥലത്ത് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുത്താലും അതൊരു 24 മാക്സിമം 72 hours കൊണ്ട് അത് മാറണം. അതേപോലെ തന്നെ ഈ സ്പൈനൽ അനസ്തേഷ്യ കൊണ്ട് വരുന്ന വേദനയും മാറേണ്ടതാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു പ്രഗ്നന്റ് പേഷ്യന്റ് ഒരു 2.5 to 3 kg, ഒരു കുട്ടിയുടെ വെയിറ്റ് യൂഷ്വലി 2.5 to 3 kg ഉള്ള ഒരു കുട്ടീനെ ചുമന്നുകൊണ്ട് ഒരു 8-9 മാസം നടക്കുകയാണ്. അപ്പോൾ അവർക്ക് ആ ബാക്കിലെ മസിലിന് വരുന്ന സ്ട്രെച്ചിങ്, പിന്നെ ആ പ്രഗ്നൻസി കൊണ്ട് ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസിൽ വരുന്ന ബാക്കിലെ മസിൽസിന്റെ റിലാക്സേഷൻ, പിന്നെ അവരുടെ പാരാസ്പൈനൽ മസിൽസ്, ബാക്ക് മസിൽസിന്റെ സ്ട്രെങ്തനിങ്ങിന്റെ കുറവ് കൊണ്ടും ഈ വേദന ഉണ്ടാവുന്നത്. ഇനി ഈ പെയിൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഒന്ന്, നമ്മൾ ബാക്കിന് പ്രീ പ്രഗ്നൻസി, ഈവൻ പോസ്റ്റ്പാർട്ടവും നമ്മൾ എക്സസൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്ക് സ്ട്രെങ്തൻ ചെയ്യാം. സെക്കൻഡ് കാര്യങ്ങൾ, നമുക്ക് അബ്ഡോമിനൽ സപ്പോർട്ടായിട്ട് ബെൽറ്റോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് അതിന് കൂടുതൽ സപ്പോർട്ട് കൊടുക്കും. എന്നാലും സ്പൈനൽ അനസ്തേഷ്യ കഴിഞ്ഞിട്ട് 72 hours കഴിഞ്ഞിട്ട് പെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു എക്സ്പേർട്ട് ഡോക്ടറിനെ കണ്ടിട്ട് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാന്ന് റൂൾ ഔട്ട് ചെയ്യേണ്ടതാണ്.